ഞാനൊന്നോ കരുതുന്നുണ്ടോ, വിശ്വസിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഭാഗത്തിൽ നിന്നും കാബത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ ഞാൻ എന്റെ തടിയെ അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്. അവ നിലച്ചു പോയാലും കാലത്തിൻ്റെ ഇടനാഴികളിൽ അവ മാറ്റൊലികൊണ്ടേയിരിക്കും. അതുപോലെയാണ് ചില മനുഷ്യർ. അവർ കടന്നു പോയാലും അവർ വെട്ടിത്തെളിച്ച വഴികൾ പിൽക്കാലക്കാർക്ക് ഭൂപടങ്ങളായി മാറും. പാരമ്പര്യത്തിൻ്റെ പാവനതയിലേക്ക് പുത്തൻ വാദങ്ങളുടെ കരിനിഴൽ വീണ ഒരു കാലത്ത് നെഞ്ചു വിരിച്ചു നിന്ന് ആദർശത്തിൻ്റെ പതാക വാനോളം ഉയർത്തിയ ഒരു പടനായകനുണ്ടായിരുന്നു നമുക്ക്. അത് കേവലം ഒരു പണ്ഡിതൻ്റെ ജീവിതമായിരുന്നില്ല, ഒരു ജനതയുടെ വിശ്വാസത്തിന് കാവലിരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായിരുന്നു. പാരമ്പര്യത്തിൻ്റെ കരുത്തും വിശ്വാസത്തിൻ്റെ ശുദ്ധിയും ചോദ്യം ചെയ്യപ്പെട്ട ആ നാളുകളിൽ സുന്നി പ്രസ്ഥാനത്തിൻ്റെ കൊടിയടയാളമായി വിപ്ലവത്തിൻ്റെ കനൽ വഴികളിലൂടെ ഒരാൾ നടന്നു നീങ്ങി. പള്ളിമിനാരങ്ങളിൽ നിന്ന് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ഇമ്പമുള്ള ശബ്ദങ്ങൾ ഉയരുമ്പോൾ, അറിവിൻ്റെ നിലാവെളിച്ചം ഗ്രാമാന്തരങ്ങളിലേക്ക് പടരുമ്പോൾ നാം അറിയണം, ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു മനുഷ്യൻ്റെ വിയർപ്പുണ്ട്, കണ്ണീരുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്. കാലം 4.5 പതിറ്റാണ്ടപ്പുറത്തേക്ക് ഓടിമറഞ്ഞിട്ടും കേരളത്തിൻ്റെ മണ്ണിൽ ആ പേര് ഇന്നും ഒരു ഇടിമുഴക്കം പോലെ അവശേഷിക്കുന്നു. കർമ്മപദത്തിലെ കനൽത്തരി EK ഹസൻ മുസ്ലിയാർ. വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകാത്ത ആ വിപ്ലവഗാഥയിലേക്ക് ഇതാ ഒരു പുനർവായന. കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽക്കടവ് എന്ന പ്രദേശത്ത് പണ്ഡിത തറവാടായ എഴുത്തച്ഛൻ കണ്ടി വീട്ടിൽ കോയക്കുട്ടി മുസ്ലിയാരുടെയും ഫാത്തിമ ബീവിയുടെയും 6ാമത്തെ മകനായി 1926 ജനിച്ചു. പിതാവ് കോയക്കുട്ടി മുസ്ലിയാരിൽ നിന്ന് തന്നെ പ്രാഥമിക പഠനം നടത്തുകയും ജ്യേഷ്ഠ സഹോദരൻ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ഇടപ്പള്ളി അബൂബക്കർ മുസ്ലിയാർ, കുറ്റിക്കാട്ടൂർ ഇമ്മിച്ചാലി മുസ്ലിയാർ തുടങ്ങിയ മഹാമനീഷികളായ പണ്ഡിത ശ്രേഷ്ഠരുടെ സന്നിധിയിൽ നിന്നും അദ്ദേഹം ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ഈ മഹാരഥന്മാരുടെയെല്ലാം വിജ്ഞാനവും ആത്മീയ ശോഭയും ഹസൻ മുസ്ലിയാർ എന്ന പണ്ഡിതനിലേക്ക് ആവാഹിക്കപ്പെട്ടു. ഹസൻ മുസ്ലിയാർ എന്ന ആദർശ സൂര്യൻ്റെ ചാരത്ത് നിന്ന് അറിവിൻ്റെയും ആവേശത്തിൻ്റെയും കിരണങ്ങൾ ഏറ്റുവാങ്ങിയവർക്ക് മാത്രമേ ആ ജീവിതത്തിൻ്റെ യഥാർത്ഥ തിളക്കം വിവരിക്കാനാകൂ. ആ പടയോട്ടത്തിൻ്റെ ഓരോ ചുവടിലും ഉസ്താദിന് നിഴലായി നിന്നവർ, ആ വാക്കുകളിലെ കനലും ഹൃദയത്തിലെ സ്നേഹവും നേരിട്ടറിഞ്ഞവർ. അവർക്ക് പറയാനുള്ളത് വെറും ഓർമ്മകളല്ല, മറിച്ച് വരും തലമുറക്കുള്ള പാഠപുസ്തകങ്ങളാണ്. ഗുരുവിൻ്റെ വിജ്ഞാനസാഗരത്തിൽ നിന്ന് ദാഹം തീർത്ത ആ വിപ്ലവ പ്രയാണത്തിൽ ഉസ്താദിനൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ കൂടിയായ പണ്ഡിത ശ്രേഷ്ഠൻ ആ സ്മരണകൾ പങ്കുവെക്കുന്നു. നമുക്ക് ആ വാക്കുകളിലേക്ക് കാതോർക്കാം. ഈ ഉസ്താദ് ഇടയ്ക്ക് പറയാറുണ്ട്, തൻ്റെ ശരീരം ദീനിന് ദാനം ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഈ വാക്കുകൾ എങ്ങനെ പ്രതിഫലിച്ച് കണ്ടിട്ടുള്ളത്? അതിപ്പോൾ ഉസ്താദിൻ്റെ ഓരോ ചലനങ്ങളും ദീനല്ലാത്ത മറ്റൊന്നും കാണാറുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ദീനിന് വിരുദ്ധമായ സാഹചര്യങ്ങളിൽ എന്തായാലും ഇല്ല, എന്നാൽ ദീനിൻ്റെ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധ ഏത് തിരക്കിനിടയിലും ഉസ്താദ് കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൂപ്പർക്ക് എന്നും തിരക്കാം. ജീവിതത്തിൽ ഒഴിവില്ലാത്തൊരു പണ്ഡിതൻ. അക്കാലത്ത് ഒഴിവില്ലായ്മ എന്താണ് ഉസ്താദിന്? ഒരാൾക്കും ശമ്പളം കൊടുക്കണ്ട, ഒരു കെട്ടിട നിർമ്മാണം എവിടെയും നടക്കണില്ല, ഒരു പീടികയിലും സാമ്പത്തിക ബാധ്യത തീർക്കേണ്ട വിഷയങ്ങളില്ല. പിന്നെന്താ മൂപ്പര തിരക്ക്? ഫർദ് നിസ്കാരങ്ങളെ പോലെ അതിൻ്റെ റവാത്തിബ് സുന്നത്തുകളും നിർബന്ധമാണല്ലോ, അല്ല സുന്നത്ത് വലിയ പ്രധാനപ്പെട്ടതാണല്ലോ. എന്നാൽ അത് തിരക്കിനിടയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മൂപ്പർ ജീവിതകാലം മുഴുവൻ എല്ലാ റവാത്തിബ് സുന്നത്തുകളും നേർച്ചാക്കിയ ആളായിരുന്നു. നേർച്ചാക്കിയാൽ പിന്നെ അത് ഒഴിവാകില്ലല്ലോ.
അപ്പോൾ എൻ്റെ ശരീരത്തിന് അള്ളാഹു തആല തന്ന ഐച്ഛികമായൊരു കർമ്മം അതുപോലും ചെയ്യാത്തൊരു തടിയാകാൻ പാടില്ല എന്ന നിർബന്ധം തിരക്കില്ലാത്തവർക്ക് ഇപ്പോൾ അതൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്താൽ മതി. പക്ഷെ ചിലപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ഫർള് മാത്രം നിസ്കരിച്ച് ബാക്കി പിന്നെ നോക്കാം എന്ന് വെക്കുന്നൊരു ഘട്ടം ഉണ്ടായേക്കാം. അത് ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ്. അപ്പോൾ ദർസ് നടത്തുക, വഅ്ള് പറയുക, ഗണ്ണന പ്രസംഗം നടത്തുക, സംവാദം നടത്തുക, കോടതിയിൽ ദീനിനു വേണ്ടി കേസ് വാദിക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, ഇതിലല്ലാത്ത ഒരു ഇടപെടലുകൾ ജീവിതത്തിൽ എവിടെയും കാണില്ല. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അത് തന്നെയാണ്. വളരെ പരമാർത്ഥമാണ്, ദീനിനു വേണ്ടി സമർപ്പിച്ച ബോഡിയാണ് എന്നത് ശരിയാണ്. അക്കാലത്തെ പുത്തൻവാദികൾക്കെതിരെ വാദപ്രതിവാദങ്ങൾക്ക് പോകുമ്പോൾ ഉസ്താദ് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിപ്പിക്കണ അമ്പരപ്പിക്കുന്ന മറുപടിയാണ്. അത് അപ്രതീക്ഷിത മറുപടികളാണ്. ഉസ്താദിന്റെ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം വാദപ്രതിവാദ സ്റ്റേജിലായ പെട്ടെന്ന് മറ്റൊരാൾക്ക് നിനക്കാൻ കഴിയാത്ത പ്രതികരണങ്ങൾ, അത് തൗഫീഖിന്റെ ലിസാനാണ്. സമൂലയുടെ നാവ് അതൊരു തൗഫീഖിന്റെ നാവാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. പറഞ്ഞതൊന്നും പിന്നീട് തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ല. ആ പറഞ്ഞത് റോങ് ആയിരുന്നു എന്ന് പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. തിരൂർ കോടതിയിൽ വെച്ച് ഷൊർണൂർ ഭാഗത്തുള്ള ഒരു മഖബറയുമായി ബന്ധപ്പെട്ട കേസിൽ അവിടെ ചെറിയ ഒരു ബീവിക്കുട്ടി മരിച്ചതിൻ്റെ ഖബറ് കെട്ടിപ്പോയി. തങ്ങന്മാരെ മഖബറ അവരെ മറമാടുന്ന ഒരു ഏരിയ അവിടുത്തെ പൊതു ശ്മശാനത്തിലുണ്ട്. അപ്പം അവിടെ 2 or 4 വയസ്സുള്ള ഒരു സയ്യിദത്തായ ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ അതിൻ്റെ ഖബറും കെട്ടിപ്പൊക്കിയപ്പോൾ അത് അവിടുത്തെ വിദേഹത്തുകാർ പ്രശ്നമാക്കി പൊതുശ്മശാനത്തിൽ കെട്ടാൻ പാടില്ല. അപ്പോൾ ഉസ്താദ് അതിനെ നേരിടുന്നത് പൊതുശ്മശാനത്തിൽ ഖബറുകൾ കെട്ടാൻ പാടില്ല, ഇല്ല ഖുബൂറു സാലിഹീൻ, സാലിഹീങ്ങളുടെ ഖബർ ഒഴികെ എന്നാണ് ഫുഖാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാലിഹീങ്ങളുടെ ഖബർ കെട്ടാം എന്നാണ് ഫുഖാഹ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സാലിഹീങ്ങളെ ഖബർ കെട്ടാമെന്ന ആ പരാമർശത്തിൻ്റെ പരിധിയിൽ 4 വയസ്സായ ഈ കുട്ടി ഉൾപ്പെടില്ലേ? ഇതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ് അഹമ്മദാണ്, അയാൾ നല്ല വിവരമുള്ള വക്കീലാണ്, കിതാബോധി വക്കീലാണ്. അയാൾ ഇതെടുത്തിട്ട് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ലേ അർത്ഥം? ഉസ്താദ് പറഞ്ഞു അല്ല. ഈ ചോദ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മൂപ്പര് എത്ര പെട്ടെന്ന് മൂപ്പരെ തലച്ചോറിലേക്ക് അത് പോയി. എവിടുക്കാ പോകും? സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ ആണ് എന്ന് പറഞ്ഞാൽ 4 വയസ്സായ കുട്ടി എന്ത് സുഹൃതമാ ചെയ്തത് എന്ന അടുത്ത ചോദ്യം വരും. അപ്പോൾ ഈ കുട്ടി ആ പരിധിയിൽ പെടൂല. അപ്പോൾ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചു? മഹാന്മാരെന്നാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നീട് മഹാന്മാരെന്ന അർത്ഥമാണ് സ്വാലിഹിന് എന്താകുക, കൂടുതൽ ഫിറ്റാകുക. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് നന്മകൾ ചെയ്തവനെ പ്രത്യക്ഷത്തിൽ അപ്പോൾ സാലി എന്ന് വിളിക്കാമെങ്കിലും അയാൾ ആക്കിബത്ത് ഹുസ്നുൽ ഖാത്തിമ ആണോ അല്ലേ എന്ന് നടന്നതിന് ശേഷമേ സാലി എന്ന പേര് ഓർക്കുള്ളൂ. അപ്പോൾ ഹുസ്നുൽ ഖാത്തിമയോട് കൂടി ജീവിതം അവസാനിപ്പിച്ച് പോയാൽ അവരാരായി? മഹാന്മാരുടെ കൂട്ടത്തിൽ പെടും. അപ്പോൾ സാലിഹ്യങ്ങളെല്ലാവരും മഹാന്മാരാണ്. ഒരു സുഹൃത്തവും ചെയ്യാത്ത ആളും അഹ്ലുബൈത്തിൽ മഹത്വമായില്ലേ? അഹ്ലുബൈത്തിൽ പെടുക, സഹാബിക്കളെ കൂട്ടത്തിൽ പെടുക. ഒരാൾ സഹാബിയാകുക എന്ന് പറഞ്ഞാൽ സുഹൃത്തൊന്നും ഇല്ലെങ്കിലും റസൂലുള്ളാഹിൻ്റെ ഹദറത്തിൽ വന്നു, അയാൾ വിശ്വസിച്ചു, അപ്പം തന്നെ മരണപ്പെട്ടു പോയാൽ സുഹൃത്തുണ്ടോ? ഇല്ല. അയാൾ മഹാനല്ലേ? അയാൾ സാലിഹല്ലേ? അപ്പോൾ സാലിഹ്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ സുഹൃതം ചെയ്തവർ സാലിഹ്യങ്ങൾ തന്നെയാണ്. സുഹൃതം ചെയ്തവർ മാത്രമാണ് സാലിഹ്യങ്ങളെന്ന് പറയാൻ പറ്റൂല. മഹത്വമുള്ളവരൊക്കെ ഏതിൻ്റെ പരിധി വരും? ഇത് ആരും കുളർക്കാത്ത ചില മറുപടി, ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പെട്ടെന്നുള്ള അമ്പരപ്പിക്കുന്ന മറുപടികൾക്കുണ്ട്. 1976 SYS സംസ്ഥാന സെക്രട്ടറിയായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും EK ഹസൻ മുസ്ലിയാരെ പ്രസിഡന്റായും കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതോടെ സമസ്തയുടെ ചരിത്രത്തിൽ പിൽക്കാലത്ത് ഇല്ലാത്ത പടയോട്ടമാണ് സംഭവിച്ചത്. യുവത്വത്തിൻ്റെ ഊർജത്തെ ആദർശ പ്രസ്ഥാനത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നതിൽ ഈ കൂട്ടുകെട്ട് വിജയിച്ചു. അതോടെ സുന്നി യുവജന സംഘം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം യുവജന പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചു. വെയിലേറ്റും മഴ നനഞ്ഞും അവർ നടന്നു കയറിയ വഴികളിലാണ് ഇന്ന് നാം കാണുന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ വേരുകൾ കിടക്കുന്നത്. അതുപോലെ സമസ്തയുടെ അക്കാലത്ത് സമസ്തയുടെ നായികല്ലായിരുന്നു AP ഉസ്താദും അതുപോലെ EK ഹസൻ ഉസ്താദും. അപ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ച്
AP ഉസ്താദും EK അസമുലിയാരും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധം പൂടൂർ വാദപ്രതിവാദത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അസമൂലിയാർ ഹജ്ജിന് പോയപ്പോൾ മൂപ്പരിവിടെ ഇല്ലല്ലോ എന്ന ധൈര്യത്തിൽ പറളിയിലൊരു കോളേജൊക്കെ ഉണ്ട് അവർക്ക്, മുജാഹിദീങ്ങൾ വാദപ്രതിവാദത്തിന് അരങ്ങൊരുക്കി. ശംസുൽ ഉലമയാണ് ആ സംവാദം ഏറ്റെടുത്തത്. ഒരു ദിവസം മൂപ്പര് നേരിട്ടതിനെ കൈകാര്യം ചെയ്തു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും AP ഉസ്താദിനെ തപ്പിപ്പിടിച്ച് അവിടെ എത്തിച്ചു. ഹജ്ജ് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോഴാണ് ഇവർ തമ്മിൽ എന്താകുന്നത്, പിന്നീട് കൂട്ടുകാരായി മാറുന്നത്. അതിലൂടെ AP ഉസ്താദ് പിന്നെ അസമൂലിയാരുടെയും വാണിയമ്പലം ഉൾക്കൊള്ളുന്നു. അപ്പോൾ അസമൂലിയാർ, വാണിയമ്പലം, ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ടീമാണ്. ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ സംസ്ഥാനക്കാരനാണെങ്കിലും സുന്നത്ത് ജമാഅത്തിൻ്റെ ഇത്തരം വിഷയങ്ങളിൽ സമസ്ത പണ്ഡിതന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ്. നമ്മൾ നടത്തിയ മിക്ക വാദപ്രതിവാദങ്ങളിലും ആമൂര് മുഹമ്മൂലിയാരെ കാണും. നല്ല കഴിവുള്ള പണ്ഡിതനാണ്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് AP ഉസ്താദ് ഒരു പുതുമമായി കടന്നു വരികയാണ്. ആ വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും ഈ ബന്ധത്തിൻ്റെ പേരിൽ കൂടുതലാവുകയും 74 ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ആണ് അന്ന് SYSൻ്റെ പ്രസിഡന്റ്. ആ ബാപ്പു മുസ്ലിയാർ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കെ SYSൻ്റെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് മൂപ്പര് പറയാണ്, ഇതുപോലുള്ളൊരു പൊതുജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ട സംഘടനയിൽ അതിനെ നയിക്കേണ്ടത് എന്നെപ്പോലത്തെ ഒരാളല്ല. ഇതിന് പറ്റിയ ആളെ ഞാൻ പറഞ്ഞു തരാം, ഞാനത് പറയും, നിങ്ങളെല്ലാവരും സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ആരും എതിർക്കൂലല്ലോ, ചാപ്പനങ്ങാടിയല്ലേ, എന്നാൽ ആൾക്കാരെ ഞാനാണ് പറയും, നിങ്ങൾ അതെല്ലാവരും ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ട് EK അസമൂലിയാർ പ്രസിഡൻറ്റും AP അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി. അപ്പോൾ 74 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന സംവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും അതിന് കൂടുന്ന ആൾക്കൂട്ടങ്ങളെയുമൊക്കെ നിരീക്ഷിക്കാൻ ആര്? ചാപ്പനങ്ങാടി ബാപ്പൂലിയർ. ആ നിരീക്ഷണത്തിൽ നിന്നാണ് ബാപ്പൂലിയർക്ക് ഇങ്ങനെ ഒരു ആശയം വരുന്നത്. ഈ സംഘടന നയിക്കാൻ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ആരുടെ പിന്നാലെയാണ്? അതിലൊന്ന് അസമൂലിയരാണ്, ഒന്ന് AP ആണ്. ഈ തിരിച്ചറിവാണ് ചാപ്പനങ്ങാടി ബാപ്പു മൂലിയാരെ അങ്ങനെ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് ഇത് ഇവരെ ഏറ്റെടുക്കണം, നിങ്ങളെല്ലാവരും സമ്മതിക്കണം, കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അന്ന് ബാപ്പൂലിയർ ഇവരെ രണ്ടാളി ആക്കുന്ന കാലത്ത് കേരളത്തിൽ മൊത്തം SYSൻ്റെ യൂണിറ്റുകൾ 400-ൽ താഴെയാണ് ആകെ എല്ലായിടത്തുള്ളത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ 3000-ന് മുകളിലുണ്ട് SYSൻ്റെ യൂണിറ്റ്. ഈ യൂണിറ്റുകൾ പെരുകിയത് ഇപ്പോൾ കേരളത്തിൽ മൊത്തം എത്ര ആയിരക്കണക്കിന് യൂണിറ്റുകളില്ലേ? അസമൂലിയാർ പ്രസിഡന്റ്, AP ഉസ്താദ് സെക്രട്ടറിയുമായി അവർ 2 പേര് നടത്തിയ പടയോട്ടത്തിൻ്റെ ഫലമാണ് സംഘടന ജനകീയമായതും ശക്തിപ്പെട്ടതും. ആ ഓട്ടത്തിൻ്റെ ഫലമാണ് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ വഴികൾ തുറന്നതും മർക്കസ് പോലത്തെ ഒരു കേന്ദ്രം SYSൻ്റെ ആഭിമുഖ്യത്തിൽ വരണമെന്ന് ചിന്തിച്ചതും. അതൊക്കെ ഓലെ ആ കൂട്ടുകെട്ടിൻ്റെ ഫലമാണ്. ആ ശക്തിയും ആ ചിന്തയും അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങളും. കുറേ കൂടി ആവിഷ്കാരം അസമൂലിയർക്ക് കിട്ടിയിരുന്നെങ്കിൽ 89-ലെ പിളർപ്പൊന്നും ഉണ്ടാവില്ല, 86-ൽ ശംസുൽ ഉലമായുടെ നയമാറ്റം ഉണ്ടാവില്ല. അതങ്ങനെ പോവും. അത്ര ശക്തമായിരുന്നു ആ കൂട്ടുകെട്ട്. കനാഅത്ത് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, കനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്താണോ ഒരാൾക്ക് കിട്ടിയത് അതിൽ ഐശ്വര്യം കണ്ടെത്തുക എന്നുള്ളതാണ് കനാഅത്ത് എന്ന് പറയുന്നത്. അത് പണ്ഡിതന്മാരെ കൂട്ടത്തിൽ നമുക്ക് പരിചയമുള്ള ഈ തലമുറയിലെ ഒരുപാട് വലിയവരും ചെറിയവരും ഒക്കെ നമുക്കറിയാം. അസമൂലിയാരൊപ്പം നിൽക്കാൻ പറ്റിയ വേറൊരു മൂല്യർ ഒരു വിഷയത്തിലും നമ്മളെ അനുഭവത്തിലില്ല. ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളുണ്ട്. AP ഉസ്താദിന് ഇതൊന്നും അല്ലാത്ത കുറേ ഗുണങ്ങളുണ്ട്. ശംസുൽ ഉലമക്ക് വേറെ കുറേ ഗുണങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ്, ആരുടെയും ഗുണം ചെറുതാക്കിക്കണമല്ല. അസമൂലിയാർക്ക് മാത്രമായുള്ള ഗുണങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരെ ചെറുതാക്കി കാണലായിട്ട് മനസ്സിലാക്കരുതല്ലോ. ആ അർത്ഥത്തിൽ മൂപ്പരെ പോലത്തെ ഒരാൾ ആലിമീങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ല. അതാണ് വസ്തുത. പതി മരിച്ചപ്പോഴും എന്തുണ്ട്, ഇനി നമുക്ക് ആര് എന്ന അങ്കലാപ്പുണ്ട്. അപ്പോൾ ഈ അങ്കലാപ്പ് പാങ്ങക്കാരൻ മരിച്ചപ്പോഴുണ്ട്, പിന്നെ മൂസാൻകുട്ടി വലിയ മരിച്ചപ്പോഴും ഉണ്ട്.
പതി മരിച്ചപ്പോഴും ഉണ്ട്. ഇനി അർത്ഥം എന്താ? അവരൊക്കെ ജീവിച്ച കാലത്ത് അവരാ ദൗത്യം ചെയ്തു എന്നല്ലാതെ അത് നിലവിലുള്ള ഉലമാക്കൾക്ക് മുഴുവനും അത് പരിശീലിപ്പിക്കാറുള്ള പണിയെടുത്തില്ല. പക്ഷെ അസമൂല്യർ അതല്ല ചെയ്തത്. പിന്നെ വരുന്ന അസമൂല്യരുടെ കാലമാണ്. മൂപ്പരെന്തായിരുന്നു ചെയ്തത്? എല്ലാ ഷഹബാനിലും ദർസാണ് പൂട്ടിയാൽ റമദാൻ്റെ മുമ്പ് ഒരു 20 ദിവസം ഉണ്ടാവും. ആ ദിവസങ്ങളിൽ 10-15 ദിവസം കേരളത്തിലെ പണ്ഡിതന്മാർ, മുദരിസുമാർ, വലിയ ആലിമീങ്ങൾ എല്ലാവർക്കും 15 ദിവസത്തോളം കൂടിയിരുന്നു കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ പഠനം നടത്തുന്ന പണ്ഡിത ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിലൂടെ വളർന്നു വന്നതാണ് അസമൂല്യാരെ ഒപ്പം ഉണ്ടായ മറ്റെല്ലാ ആലിമീങ്ങളും ഗണന പ്രസംഗങ്ങൾ. അപ്പോൾ അസമൂല്യർ വഫാത്തായപ്പോൾ ഇനി നമുക്ക് ആര് എന്ന ബേജാറും ഉണ്ടായിട്ടില്ല. പിന്നെ കെ അസമൂല്യാരെ അത്ര കോടതി കയറിയൊരു പണ്ഡിതനും കേരളത്തിലില്ല. ഏതെല്ലാം കോടതികളില്ല, എല്ലാ മൂപ്പരാ കാലഘട്ടത്തിൽ എവിടെ കേസുണ്ടോ അതിൻ്റെ ഒക്കെ മുന്നിൽ കെ അസമൂല്യരേക്കാണ് കോടതിയിൽ. വക്കീലന്മാരൊക്കെ ആകെ അമ്പരപ്പിക്കല്ലേ ഉത്തരം കൊണ്ട്, ഞെട്ടിപ്പോകുന്ന മറുപടി. ഒരേ കാലത്ത് ഒരേ വിഷയത്തിൽ വിവിധ കോടതിയിൽ കേസുണ്ടാവും. ഒരേ കാലത്ത് തന്നെ വെള്ളിയഞ്ചേരി പള്ളിയിലെ കേസുണ്ട്, കുത്തുവരി ഭാഷയാണ്. അതേ കാലത്ത് തന്നെ കാരക്കുന്ന് പള്ളിയിലെ കേസുണ്ട്, അതും കുത്തുവരി ഭാഷയാണ്. അതേ കാലത്ത് തന്നെ പുളിക്കൽ കേസുണ്ട്, അതും കുത്തുവരി ഭാഷയാണ്. അതേ കാലഘട്ടത്തിന് ആലപ്പുഴ കേസുണ്ട്, വടുതല, അതും കുത്തുവരി ഭാഷയാണ്. എന്നാൽ ഈ ഓരോ കേസിലും മൂപ്പര് വാദം ഒന്നാണെങ്കിലും റൂട്ട് വേറെ. ഒരു കോടതിയിൽ സ്വീകരിച്ച റൂട്ടല്ല, ഒരു കേസിൽ സ്വീകരിച്ച റൂട്ടല്ല മറ്റേ കേസിൽ. കാരണം വഹാബിയാളെ ഏത് കേസിലും വക്കീലൊന്നായിരിക്കും, പറയപ്പെട്ട അഹമ്മദ്. അപ്പോൾ ആ കേസിൽ പറഞ്ഞതിനെ വെച്ചിട്ട് ഇവിടെ പിടിക്കുക അയാളെന്ന് വെച്ചാൽ കഴിയൂല. ഇവിടുത്തെ ലൈന് വേറെയാണ്. അപ്പോൾ അതിൽപ്പെട്ടൊരു ലൈനാണ് ആലപ്പുഴ കേസിലെ ഇത്. ഇതിനെ പൊളിക്കാൻ ഈ വക്കീല് ചോദിച്ചു. വക്കീൽ ചോദിക്കണ എന്താ? അവരെ എഴുതി കൊടുക്കാണ്, ഉഖ്തുബു കമാർ ആയിത്തുമോനി അഖ്തുബു എന്നൊരു ഹദീസ് ഉണ്ടോന്ന്. സൊല്ലു കമാർ ആയിത്തുമോനി ഉസല്ലി എന്ന് നബി പറഞ്ഞില്ലേ? എന്നാ നബിക്ക് ഇങ്ങനെയും പറഞ്ഞുകൂടായിരുന്നോ? ഉഖ്തുബു കമാർ ആയിത്തുമോനി അഖ്തുബു എന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ അത് ചോദിച്ചു, ഞാൻ കുത്തുബ ഓതിയത് കണ്ടതുപോലെ നിങ്ങളും ഓതുക എന്ന് തന്നെ പ്രവാചകൻ പറഞ്ഞൊരു നബിവചനം ഉണ്ടോ? എന്താ ചോദ്യം. അപ്പോൾ ഉസ്താദിനെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. പ്രവാചകൻ അങ്ങനെ പറയരുത്. അതെന്തുകൊണ്ടാ? മായന്തുക്കുവാനില്ലവാ ആവശ്യമില്ലാത്ത പറഞ്ഞ ആളല്ല. ഈ ആശയം സൊല്ലു കമറായ തുമനി മുസല്ലി എന്ന് കിട്ടിയതല്ലേ, പറഞ്ഞിക്കണല്ലോ. ഇനി അതിനെ പിന്നെയും പറയണെന്തിനാ? ആ സമയത്ത് വേറൊരു കാര്യം പറഞ്ഞൂടെ? അപ്പോൾ അതുകൊണ്ട് അത് പ്രവാചകത്വത്തിൻ്റെ സിഫത്തിനെതിരാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അയാൾ ശരി. എന്നാൽ പ്രവാചകൻ അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ ഇത് പറയാതെ അതാണ് പറഞ്ഞതെന്ന് വെച്ചോളി. സല്ലു കമാർ അയ്യത്തുമുനി പറഞ്ഞില്ല, ഇതാണ് പറഞ്ഞത്. അപ്പോഴും ഇതിന്നത് കിട്ടൂലേ? ഇല്ല, കിട്ടൂല. അപ്പോൾ ഇത് ഖുതുബയിൽ മാത്രം ഒതുങ്ങും. മറ്റേതോ വെള്ളിയാഴ്ചക്ക് മാത്രമേ, മറ്റേത് എല്ലാ നിസ്കാരത്തിനും വരല്ലേ, ഫർളല്ല സുന്നത്തുക്കൊക്കെ വരല്ലേ, മയ്യത്ത് നിസ്കാരത്തേക്ക് വരല്ലേ. ശരി. അപ്പോൾ വക്കീൽ ചോദിക്കാണ്, എന്നാലും പ്രവാചകൻ ഇങ്ങനെ കൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ അറബി എങ്ങനെയാണ്? പിന്നെ അസമുല്ലോട് ചോദിക്കണം. ഇയാൾക്ക് മലയാളത്തിൽ എഴുതി കൊടുത്തിരുന്നു ഉഖ്തുബു കമാർ ആയിത്തുമൂനി അഖ്തുബു എന്നൊരു ഹദീസ് ഉണ്ടോന്നാണ്. ഉസ്താദ് എന്ത് പറഞ്ഞു? ഉഖ്തുബു കമാ അഖ്തുബു പറഞ്ഞു. ഉഖ്തുബു കമാ അഖ്തുബു. അപ്പോൾ അത് ബിയാക്ക് എഴുതി കൊടുത്ത മാതിരി അല്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കുത്തുബ ഓതിയത് കണ്ടതുപോലെ നിങ്ങൾ ഓതുവിന്ന് കിട്ടുമെന്ന് വെച്ചു. കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഞാനൊരു അറബി പറയാം, ആ അറബിക്ക് ഇതേ അർത്ഥം കിട്ടുമോ എന്ന് മുസ്ലിയാർ പറയണമെന്ന്. ആ കേൾക്കട്ടെ. അപ്പോൾ ഇയാൾക്ക് ഖാവ് പറയാൻ വയ്യല്ലോ. ഇയാൾ അവർക്ക് മലയാളത്തിലല്ലേ എഴുതിക്കുന്നത്. ഉക്കുത്തുബു കമാ റഅയ്തുമൂനി അക്തുബു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുത്തുബ ഓതിയത് കണ്ടതുപോലെ നിങ്ങൾ ഓതുക എന്ന അർത്ഥം വരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതില്ലായിരുന്നു. അതിൽ ഇയാൾ വീണ്ടും മുസ്ലിയാരെ ഉക്കുത്തുബു കമാ റഅയ്തുമൂനി അക്തുബു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുത്തുബ ഓതിയത് കണ്ടതുപോലെ നിങ്ങൾ ഓതുവിൻ എന്ന അർത്ഥം വരില്ലേ എന്ന് വീണ്ടും ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു.
എന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. ഞാൻ എഴുതിയത് കണ്ടതുപോലെ നിങ്ങളും എഴുതുക എന്നാണ്. അപ്പം ഇയാളാകെ മൗലൈമാരെ നോക്കും, നിങ്ങൾ എന്ത് പണിയായി കാട്ടിയേ, ഇമാതിരി ചതിയാണോ നമ്മളെ ചതിച്ചതെന്നുള്ള നില. പിന്നെ ബാക്കിൽ നിൽക്കുന്നവർക്ക് മിണ്ടാൻ പാടില്ല, നമ്മളൊക്കെ ഉണ്ടാണ്, നമുക്കും മിണ്ടാൻ പാടില്ല. ആംഗ്യം കാണിക്കാനോ സിഗ്നൽ കൊടുക്കാനൊന്നും പാടില്ല, വിസ്താരം നടക്കുകയല്ലേ. അപ്പോൾ ഒരു ജഡ്ജിനോട് ഒന്ന് ഇടപെടണം അവസരം ചോദിച്ചു. അപ്പോൾ ഉസ്താദിനോട് സമ്മതം ചോദിച്ചു, കൊടുത്തോളി. പിന്നെ അലി അബ്ദുൽ റസാഖ് മൗലവി ഇടപെട്ടിട്ട് പറഞ്ഞു ഉഖ്തുബു. ഉപരി കാഫ് ഹാവ് പറയാൻ വയ്യാഞ്ഞിട്ടാണ് ഉഖ്തുബു എന്നാണ്. ഉഖ്തുബു കമാറായത്തുമുനി അഖ്തുബു എന്നാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ അങ്ങനെയാണല്ലേ, എന്നാലും അത് തെറ്റാണ് പറഞ്ഞു. അതെന്താ വെച്ചു, ഉഖ്തുബു കമാറായത്തുമുനി അഖ്തുബു എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഖുതുബ എന്ന് പറയുന്നത് കാണപ്പെടുന്ന വസ്തുവല്ല, കേൾക്കപ്പെടുന്ന വസ്തുവാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഉഖ്തുബു കമാ സമയത്തുമുനി അഖ്തുബു എന്നാ പറയേണ്ടത്. അതാണ് പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം ഉഖ്തുബു കമാ അഖ്തുബു പറഞ്ഞത്. അതോടുകൂടി വക്കീല് അതുവരെ കൊടുന്ന എല്ലാ പേപ്പറുകളും വലിച്ചിരുന്നു. അപ്പം ഇങ്ങനെയാണ് മൂപ്പരെ കോടതിയിലുള്ള ഇടപെടൽ. പിന്നെ മൂപ്പരെ പ്രത്യേകത, സ്റ്റേജിലോ ഗണ്ണന പ്രസംഗ രംഗത്തോ കോടതിയിലോ എവിടെയും മൂപ്പർക്ക് ഒരു കുറിപ്പുമില്ല, ഒരു രേഖയും കയ്യിലില്ല, ഒരു കിതാബും ഇല്ല. മൂപ്പര് വിചാരിച്ച് പറയാൻ എതിരാളിക്ക് കാണിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ളത് അവിടെ ഉണ്ടാവും, എന്താ നോക്കിക്കോ. എവിടെയും ഒരു കുറിപ്പിനെയും ഒന്നിനെയും അവലംബിക്കാത്തൊരു മൂല്യർ കൽബിന്നിങ്ങോട്ട് എടുത്തിട്ട് ഏത് ചോദ്യത്തിനും മറുപടി പറയാം, ഏത് വക്കീലിനും മറുപടി കൽബെന്നാണ് പറയാം. എല്ലാ സംവാദത്തിലും മറ്റൊരിടത്ത് നോക്കിയിട്ടല്ല മൂപ്പര മറുപടി. മനസ്സിലായോ? എതിരാളിയെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, അതിന് സാധനം ഇവിടെ ഉണ്ട്. മൂപ്പർക്ക് ഇത് കൽബിന്ന് പേരാണ്. അതുകൊണ്ടാണ് തൗഫീഖുള്ള മനുഷ്യൻ എന്ന് എല്ലാ വലിയ പണ്ഡിതന്മാരും മൂപ്പരെ കുറിച്ച് മൂപ്പര ലിസാന് തൗഫീഖിൻ്റെ ലിസാനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൂപ്പരുടെ ആ താല്പര്യം, ആദർശ പഠനം, ഇവർ ജീവിച്ചത് അതിനാണ്. നമ്മളും സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ വലിയൊരു പങ്കാളിത്തമാണ് ആദർശം പഠിക്കാറ്. ഇനിയൊരു കാലഘട്ടത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത പുതിയ വേറെ ആശയങ്ങളുമായി ആളുകൾ ഈ ദീനിനെതിരിൽ വന്നാൽ അന്നത്തെ പണ്ഡിതന്മാർക്ക് അതിനെ നേരിടണമെങ്കിൽ ഈ ആദർശ പഠനം തുടരണം. അതുകൊണ്ട് എല്ലാ ക്യാമ്പസുകളിലും എല്ലാ വേദികളിലും ആദർശ പഠനത്തിന് വലിയ സ്ഥാനവും മുൻതൂക്കം നൽകി നമ്മൾ പോകുന്നതായിരിക്കും കെ ഹസൻ മൂല്യരുള്ള കടപ്പാട് രേഖപ്പെടുത്താനുള്ള ഏറ്റവും വലിയ മാർഗം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാണ്ഡിത്യത്തിൻ്റെ സദസ്സുകളിൽ മാത്രമല്ല, സാധാരണക്കാരുടെ ഇടനെഞ്ചിലും ആ പേര് ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ആദർശത്തിൻ്റെ വേരുകൾ പിഴുതെറിയാൻ ശ്രമം നടന്ന പുളിക്കലിൻ്റെ മണ്ണിൽ ഹസൻ മുസ്ലിയാർ ഒരു പർവ്വതം പോലെ നിലകൊണ്ടു. അന്ന് അവിടെ നടന്നത് കേവലം വാദപ്രതിവാദങ്ങളായിരുന്നില്ല, മറിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ അസ്തിത്വം വീണ്ടെടുക്കാനുള്ള പോരാട്ടമായിരുന്നു. ഒരു സാധാരണക്കാരൻ്റെ വാക്കുകളിൽ നമുക്ക് ആ ചരിത്രം പുനർവായിക്കാം. പണ്ഡിതർ കണ്ട ഉസ്താദിനപ്പുറം പാമരൻ കണ്ട ആ വിപ്ലവകാരിയെ നമുക്കിവിടെ കേൾക്കാം. ഉസ്താദ് ഇപ്പോൾ പുളിക്കൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ ഉസ്താദ് പുളിക്കൽ എത്തിയതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്? ഉസ്താദിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ എന്ന നിലക്ക് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കെ ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ച് പറയാനിരിക്കുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹസൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വാപ്പയിലൂടെ ഉണ്ടായ സമ്പർക്കവും, എൻ്റെ വാപ്പയെ സംബന്ധിച്ച് കേരളത്തിൽ അക്കാലത്തുണ്ടായ പഴയ കാലത്തുള്ള സുന്നി പണ്ഡിതന്മാരാരും അന്നുണ്ടായിരുന്ന ഒരു പണ്ഡിതരും ഇവിടെ വരാത്തൊരു പണ്ഡിതനെ ഒരു പേര് പറയാൻ കിട്ടില്ല. കെ ഹസൻ മുസ്ലിയാരാണ് ഇവിടെ ഈ സുന്നി പ്രസ്ഥാനത്തിന് അടിത്തറട്ട്. ആ അടിത്തറ വളരെ നന്നാക്കി കൊണ്ടുവന്നത് കാന്തപുരം ഉസ്താദാണ്.
അത് ഇന്നും അതിൻ്റെ ഇപ്പം ഇന്ന് പുളിക്കല പള്ളി അത് ഏറ്റവും വലിയൊരു ഉദാഹരണം. ആ പള്ളിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ മഹലില്ല, ഇപ്പം മഹലിലൊക്കെ ആയി. അന്ന് അവിടുത്തെ കമ്മിറ്റി വരുന്ന ഈ വലിയറമ്പത്ത് നിന്ന് 10 ആൾ, തൊട്ടപ്പുറത്തെ മഹലിൽ നിന്ന് 10 ആൾ, തൂപ്പാടത്ത് ഇങ്ങനെയുള്ള കമ്മിറ്റിയാണ്. അവിടെ ആളില്ല. ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ അവിടെ കമ്മിറ്റിയായി, പള്ളിയായി, മഹലായി, ഖബർസ്ഥാനായി. ഇപ്പോൾ അവിടെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ വരെ ഞാനുണ്ടായിരുന്നു. പുളിക്കൽ ഇങ്ങനൊരു മാറ്റത്തിന് ഈ ക്രിസ്ത്യനിസ്ഥാൻ്റെ വലിയ പങ്ക് തന്നെ ഉണ്ടെന്ന്. വലിയ പങ്ക്. അതുപോലെ തന്നെ അതായത് മാറ്റത്തിൻ്റെ പങ്ക് എന്നല്ല, മാറ്റത്തിൻ്റെ കാരണം മൂപ്പരാണ്. ആ മാറ്റം ഉണ്ടായതിന് ശേഷം ഉണ്ടായ വികസനമാണ് മറ്റ്. അതുപോലെ തന്നെ ആചാര്യ ഉപ്പ ഈ ക്രിസ്ത്യനിസ്ഥാന് ഭയങ്കര ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ മൈക്കൻ്റെ വിഷയത്തിന് കോടതി വരെ കയറി ഇറങ്ങിയ വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ എങ്ങനെ? ആ വിഷയങ്ങൾ അന്ന് ഇവർ പിന്നെ അന്ന് ഇവിടെ ഈ പുളിക്കൽ അന്ന് ഇവിടെ ഒന്നും അങ്ങാടി ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയണമെങ്കിൽ പുളിക്കലാണ് അങ്ങാടി. അപ്പം നമ്മളെ ഒരു ഫാമിലിയുള്ള ഒരു KP മുഹമ്മദ് മുസ്ലിം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹജ്ജും ഉംറയും പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രകാശന കർമ്മത്തിനെ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ വാപ്പാനോടൊന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പുളിക്കെന്നായിരുന്നു പറഞ്ഞ് ചെറിയ നോട്ടീസ് ഉണ്ടല്ലോ, ഈ വിറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ എഴുതി ഇങ്ങനെ ഹജ്ജും ഉംറയും എന്ന് പറഞ്ഞ പുസ്തക പ്രകാശന കർമ്മമുണ്ട് എന്ന് മാത്രം. അതാണ് ഇവർ നിഷേധിച്ചത്. ഒരു MCC അബ്ദുറഹ്മാൻ മൗലവിയുണ്ട്, ഇവർ പഴയ കാലത്തെ ഇതിൻ്റെ വലിയ നേതാവ്, അയാളെ സണ്ണിലോ ആയിരുന്നു ഇയാൾ. അങ്ങനെ ആ വഴിക്കാണ് പെർമിഷൻ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ വലിയമ്പത്തെ അവർ പുളിക്ക ചെന്നാൽ പറയും, അവർ കളിയാക്കല, വയത് കേട്ടിട്ട് പോകാം കുട്ടികളെ, ഒരു കുട്ടിൻ്റെ വയതുണ്ടെന്ന് കേട്ടോ, നിങ്ങൾക്ക് അത് കേട്ടിട്ട് പോവാം, കളിയാക്കുക. അപ്പം അങ്ങനെ വന്ന് പിന്നെ അത് ഒരു നിലക്കും നടക്കില്ല എന്നുണ്ടപ്പോഴാണ് വാപ്പ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അന്ന് CH ഒക്കെ മിനിസ്റ്റർ ആയിട്ടുള്ള കാലത്ത് ഹൈക്കോടതി പോണത്. ഹൈക്കോടതിയിൽ നല്ലൊരു വക്കീലിനൊക്കെ ആക്കിയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ നിന്നാണ് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഹൈക്കോടതി ഓർഡർ ഇട്ട് 15 ദിവസം പുളിക്കൽ വരുന്നു പറയാനുള്ള എല്ലാ നിയമപരമായ സൗകര്യങ്ങളും സഹായങ്ങളും സുന്നി വിഭാഗത്തിന് ചെയ്തു കൊടുക്കണം. ഇത് ആദ്യമായിട്ട് അവർ മൈക്ക് പെർമിഷന് വേണ്ടി ഒരാൾ ഹൈക്കോടതി ചെയ്യുന്നതാണ്. അന്നത്തെ എല്ലാ പത്രങ്ങളിലും ഫസ്റ്റ് തലക്കെട്ടത് അന്ന്. അപ്പം അങ്ങനെ ഓർഡർ കിട്ടിയോടുകൂടി ഇവിടെ ആകെ ഭയങ്കര നമ്മുടെ നാട്ടിലൊരു വലിയ ആഘോഷിക്കാം. മഹത്തായ ഒരു കർമ്മപദം പൂർത്തിയാക്കി താൻ ദീനിനായി ദാനം ചെയ്ത ആ ശരീരം ഒടുവിൽ അള്ളാഹുവിലേക്ക് മടങ്ങി. 1982 ഓഗസ്റ്റ് 14 കേരളത്തിലെ സുന്നി കൈരളി കണ്ണീരോടെ ആ വാർത്ത കേട്ടു. ആദർശത്തിൻ്റെ ആ ഇടിമുഴക്കം എന്നേക്കുമായി നിലച്ചു. കോഴിക്കോട് പറമ്പിൽക്കടവ് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ മണ്ണടുക്കുകൾക്കിടയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഒരു യുഗം തന്നെയാണ് അവിടെ അവസാനിച്ചത്. പക്ഷേ ഹസൻ മുസ്ലിയാർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം നട്ടുനനച്ച വിജ്ഞാനത്തിൻ്റെ വിത്തുകൾ ഇന്ന് വടവൃക്ഷങ്ങളായി പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. പാലക്കാട് അറബിക് കോളേജ് എന്ന മഹത്തായ വിജ്ഞാന സൗധവും ആ ഓർമ്മകൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് ഇന്ന് തലയുയർത്തി നിൽക്കുന്ന ഹസനിയ എജു ഗാർഡനും ആ ജീവിതത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. 56 വർഷത്തെ ആയുസ് കൊണ്ട് ഒരു ജനതയുടെ വിശ്വാസത്തിന് കാവലിരുന്ന ആ പോരാളി ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പകർന്നു നൽകിയ ആദർശങ്ങളിലൂടെയും അദ്ദേഹം നട്ടുനനച്ച ഈ സ്ഥാപനത്തിലൂടെയും.